ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയമായ വിഴുപ്പലക്കലുകൾക്കിടയിൽ നമ്മൾ മുസ്ലിങ്ങളാണെന്ന് മറന്നുപോയില്ലേ? പലയിടങ്ങളിലും ഇല്ലേ? മുസ്ലിങ്ങളാണെന്ന് നമ്മൾ മറന്നുപോയില്ലേ? പരസ്പരം ചേരി തിരിഞ്ഞ് തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും രാഷ്ട്രീയമൊക്കെ വേണം, വേണ്ടെന്നല്ല, രാഷ്ട്രീയമായ അവബോധമുള്ളവനാണ് മുസ്ലിം. പരസ്പരം മാന്യമായ രീതിയിൽ സംവാദം നടത്തണം, രാഷ്ട്രീയമായ ഒരു ശക്തിയായി നിലനിൽക്കണം, ഒക്കെ ശരി. ഏത് രാഷ്ട്രീയ വിവാദത്തിലേക്ക് വരുമ്പോഴും ഞാനൊരു മുസ്ലിമാണെന്ന് മറക്കാൻ പാടുണ്ടോ? നമ്മൾ പച്ചത്തെറി വിളിക്കാൻ ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, ഏറ്റവും അടിമകളായ, രാഷ്ട്രീയക്കാരന്റെ വിഴുപ്പലക്കാൻ പറ്റിയ അടിമകളായ ആളുകളായിട്ട് നമ്മൾ മാറിയില്ലേ? എന്നിട്ട് നമ്മൾ വലിയ ഇസ്ലാമിന്റെ ഇസ്സത്തും പറഞ്ഞ് നടക്കുകയാണ്. എന്ത് ഇസ്ലാമിക ഇസ്സത്താണ് നമുക്കുള്ളത്? എത്ര മോശമാണ് നമ്മുടെ സ്വഭാവം! അല്ലാത്ത രാഷ്ട്രീയം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഇപ്പൊ ഈ ചെറിയ കേരളം എന്ന പ്രദേശത്ത് മുസ്ലിംകളായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എത്ര സംഘടനകളുണ്ട്, എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഈ താഴേക്കിടയിലുള്ള അണികൾക്ക് ഇങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ വലിയ വേദികളിൽ വന്നു നിന്ന് ഞങ്ങൾ സമൂഹത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? പരസ്പരം തമ്മിലടിക്കുമ്പോൾ തെറിവിളികൾ വരാതെ, മറ്റൊരുത്തന്റെ അഭിമാനത്തെ ഹനിക്കാതെ മാന്യമായി ഇടപെടാൻ കഴിയുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല രാഷ്ട്രീയം, ഇസ്ലാമിന്റെ രാഷ്ട്രീയം, ഒരു മുസ്ലിമിന്റെ രാഷ്ട്രീയം. അവന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ പോലും മറ്റുള്ളവർക്ക് അന്തസ്സ് തോന്നണം. അവനൊരു മുസ്ലിം ആട്ടോ, കണ്ടില്ല അവന്റെ പെരുമാറ്റം. അങ്ങനെയാണോ? നമുക്കെതിരെ വരുന്ന ആരോപണങ്ങളെ സഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ പറഞ്ഞാലും റസൂലുള്ളാഹിയെ പറഞ്ഞാലും ഒരു വേള നമ്മൾ സഹിക്കും. പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ പറഞ്ഞാൽ പറ്റൂല. പിന്നെ വാപ്പാക്കും ഉമ്മാക്കും വിളിയായി, തിരിച്ച് വായിൽ തോന്നുന്നൊക്കെ വിളിയാണ്. എന്നിട്ട് ഞങ്ങള് ഇസ്ലാമിന്റെ ഇസ്സത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൊയ്ലിയാക്കന്മാര് തലയും കെട്ടി നടക്കുന്നത്. ഇതൊക്കെ ഏത് മതമാണ് സഹോദരങ്ങളെ? ഇതൊക്കെ ഏത് ദീനാണ്? ഇതൊക്കെ ഏത്? എല്ലാവരും ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്, ഒരു വിഭാഗത്തിലേക്ക് ചേർന്നിട്ടല്ല. ഇനിയിപ്പോ മുസ്ലിംകളാൽ കൈകാര്യം ചെയ്യപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ പോലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടല്ലോ, ആ മുസ്ലിമിന് അന്തസ്സ് വേണം, ആ മുസ്ലിമിന് അന്തസ്സ് വേണം. എന്റെ പ്രവർത്തനം എങ്ങനെയാകണം? ഞാൻ പ്രവർത്തിക്കുന്നതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് എന്റെ നാഥനായ റബ്ബ്. ആ റബ്ബിന്റെ അടിമയാണ് ഞാൻ, അല്ലാതെ ഒരു രാഷ്ട്രീയത്തിന്റെയും അടിമയല്ല, ഒരു രാഷ്ട്രീയ നേതാവിന്റെയും അടിമയല്ല. എന്റെ റബ്ബിന്റെ മാത്രം അടിമ. ആ റബ്ബിന്റെ അടിമയായ ഞാൻ സംസാരിക്കുന്നത് പോലും ആ റബ്ബിന് ഇഷ്ടമുള്ളതാകണം. അതാണ് എന്നിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട ഉൽപ്പന്നം. അല്ലാതെ എല്ലാ തോന്നിവാസവും വിളിച്ച് എല്ലാ തെറിവിളികൾക്കും ശേഷം നിങ്ങൾ പള്ളിയിൽ വന്ന് 4 നേരം 5 നേരം തലകുത്തി മറിഞ്ഞിട്ട് എന്ത് കാര്യം? അത് കേവലം തലകുത്തി മറിച്ചിൽ മാത്രല്ലേ. അതാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ്, ഇന്ന ദിമാഅകും വഅംബാലകും വഅറാദകും ഹറാമുൻ അലൈക്കും. നിങ്ങൾക്ക് പരസ്പരം നിഷിദ്ധമാണ്. നിങ്ങൾക്ക് പരസ്പരം ഇങ്ങനെ ഒരുത്തന്റെ അഭിമാനത്തെ ഹനിക്കൽ, ഒരാളെ ഇങ്ങനെ അവന്റെ സമ്പത്ത് തട്ടിയെടുത്തുകൊണ്ട് അവനെ നശിപ്പിക്കാൻ നോക്കൽ, അവന്റെ രക്തം ചീന്തൽ, ഇതൊക്കെ നിഷിദ്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്.